ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. ഭോപ്പാലിലെ കർഷക മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും പങ്കെടുക്കും. കർഷക വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണം എന്നാണ് ആവശ്യം. കേന്ദ്ര സർക്കാർ രാജ്യത്തെ അമേരിക്കയ്ക്ക് വിറ്റുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. PR സുനിൽ നൽകും വിശദാംശങ്ങൾ. സുനിൽ, ഇതിനകം 5 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ. ഇനിയിപ്പുള്ള പ്രതിഷേധ പരിപാടികൾ അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? റിജിത്ത്, ശ്രുതി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് കർഷക റാലി ഭോപ്പാലിൽ ആരംഭിക്കുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ കോൺഗ്രസ് നടത്തുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് ഇന്ന് ഭോപ്പാലിൽ തുടങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ കരാർ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയിലെ കർഷകരിൽ വലിയൊരു വിഭാഗത്തെ, പ്രത്യേകിച്ച് സോയാബീൻ, കോട്ടൺ മേഖലയിലൊക്കെ തന്നെ കർഷകരെ ഗുരുതരമായി തന്നെ ബാധിക്കും. അത്തരം കർഷകരുള്ള മേഖല കൂടിയാണ് മധ്യപ്രദേശ്. സോയാബീൻ കർഷകർ അധികമുള്ള മേഖല, കോട്ടൺ കർഷകർ, പരുത്തി കർഷകർ അധികമുള്ള മേഖല. ആ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വലിയൊരു കർഷക മാർച്ച് ഇന്ന് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 50,000-ത്തിലധികം കർഷകർ ഈ മാർച്ചിൽ പങ്കെടുക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുകയാണ്. 250-ലധികം നേതാക്കൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സ്റ്റേജാണ് ഭോപ്പാലിലെ നെഹ്റു ചൌക്കിൽ ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വലിയൊരു കർഷക മാർച്ച് തന്നെ മധ്യപ്രദേശിൽ സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നീക്കം. മാർച്ച് 7-ാം തീയതിയിൽ സമാനമായ റാലി മഹാരാഷ്ട്രയിലും കോൺഗ്രസ് സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ രാജ്യവ്യാപകമായി തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ കർഷകർക്കെതിരാണ് എന്ന രാഷ്ട്രീയ പ്രചരണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഏതായാലും ഇന്നത്തെ റാലിയിൽ കർഷകർക്കൊപ്പം തന്നെ യുവാക്കൾ കൂടി പങ്കെടുക്കും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 1 മണിക്ക് തുടങ്ങുന്ന റാലി ഏതാണ്ട് വൈകിട്ട് വരെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങൾ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഒക്കെ തന്നെ ഈ ഒരു റാലിയുടെ ഭാഗമായി ഭോപ്പാലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഭോപ്പാൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, കർഷകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ ഭോപ്പാലിൽ നിന്നുകൊണ്ട് ഈ ഒരു കർഷക റാലിക്ക് കോൺഗ്രസ് തുടക്കമിടുകയാണ്. മഹാരാഷ്ട്രയ്ക്ക് ശേഷം ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കർഷക റാലി വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. PR സുനിൽ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കർഷക സംഘടനകളെ അണിനിരത്തി രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതേസമയം മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നു പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുടെ നിരയും. PR സുനിൽ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.